ഹലോ, ഇന്നത്തെ കേക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാൻ ചെയ്ത ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ സെലക്ട് ചെയ്തത്. അപ്പം ഇത് കുറച്ച് ലോങ് കൊണ്ടുപോകണം. ഒരു 15 കിലോമീറ്ററോളം പോവാനുണ്ട്. അപ്പം നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളൊരു ലോങ് യാത്രയാണ്. വാങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. പഴയ വണ്ടിയായിരുന്നു നമ്മളടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡെലിവറിക്ക് പോവുകയാണെങ്കിലും രണ്ടും കൽപ്പിച്ച് നമ്മൾ പോകണം. അത് എവിടെ വെച്ചാൽ എവിടുന്നാണ് ഓഫ് ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് വണ്ടി വേറെ വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ വയനാട് ദുരന്തം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഡെലിവറി ചെയ്യണത്. കേക്കിൻ്റെ ഓർഡർ ഒരാഴ്ച മുന്നേ അവർ തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നാളെ എന്താ സംഭവിക്കുകയെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചാൽ ആ ദിവസം കഴിഞ്ഞു, അത്രേ നമ്മൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം രാത്രിയിൽ കിടന്നുറങ്ങിയ ആൾക്കാരാണ് 4 ഭാഗത്തായി ചിന്നിച്ചെതറിപ്പോയത്. ഓർക്കാൻ പറ്റാത്ത അവസ്ഥ. ആർക്കും അങ്ങനെ ഒരു ഗതി ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൊത്തത്തിൽ ഒരു ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ്. നമ്മൾ പോകുമ്പം ഒരു ചാറ്റൽ മഴ ഉണ്ടെങ്കിലും വലിയ കാറ്റിൻ്റെ വിഷയമൊന്നുമില്ല. അങ്ങനെ മഴ ചാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തു. അപ്പം ആ ഭാഗത്തുള്ളൊരു ഹാർബറാണ്. നമ്മൾ തോണികളൊക്കെ ഇവിടെ മീൻ പിടിക്കാനും മീൻ വിറ്റ് വന്നിട്ട് ഇവിടെയാണ് അത് നിർത്തിയിടുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി. അപ്പോൾ ആൾക്കാരൊക്കെ മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്നപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണാം. എല്ലാവരും വീട്ടിലിരുന്നും അടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തർ കടലിൻ്റെ തീരത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല റോഡാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയിട്ട് ഇനി താനൂർ ചെന്ന് കുറച്ച് വീട്ടിലേക്കും പിന്നെ കേക്കിന് വേണ്ട 1-2 സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്, അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൂടി വാങ്ങിച്ചിട്ട് വേണം ഇനി വീട്ടിൽ പോവാൻ. അപ്പോൾ ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപോയി. അവരെ കുടുംബാംഗങ്ങൾ ബാക്കിയുള്ളവരും പിന്നെ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി. അപ്പം അതിനൊക്കെ നമുക്ക് പഴയ രീതിയിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ നമുക്കും ഒരു പങ്കാളിയാവും. നമ്മൾ ഓരോരുത്തർക്കും നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇങ്ങനൊരു ദുരന്തം എവിടെ ഉണ്ടാവില്ലേ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സഫലമാക്കി ഒരുപാട് കാലം എല്ലാവർക്കും സന്തോഷത്തോടെ മതസൗഹാർദ്ദത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ജീവിക്കാനും എന്താ പറയുക, പടച്ചവനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കുട്ടികളിവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കടൽ ശാന്തമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആ ഒരു ധൈര്യത്തിലാണ് കുട്ടികളവിടെ കളിക്കുന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്